വോട്ട് ചെയ്ത് പ്രതിപക്ഷ നേതാവിന്റെ മണ്ഡലത്തിലാണ് വോട്ട്. അതെ, എന്താണ് പ്രതീക്ഷ? ഇവിടെ പതിവ് പോലെ തന്നെ പ്രതീക്ഷകൾക്കൊന്നും വ്യത്യാസമില്ല. സതീശൻ ചേട്ടൻ്റെ കോട്ടയാണത്. ഏറ്റവും കൂടുതൽ വോട്ടുകൾ സതീശൻ ചേട്ടന് ലഭിക്കുന്ന ഒരു സ്ഥലമാണ് മുട്ടനകം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ ശക്തമായിട്ടുള്ളൊരു സ്ഥലമാണിത്, വരാപ്പുഴ ടോട്ടലി. അതുകൊണ്ട് ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. പ്രതിപക്ഷ നേതാവ് എടുത്ത ആളാണ്. പൊതുവിൽ കേരളത്തിലും നല്ല സീറ്റോടുകൂടി UDF അധികാരത്തിൽ വരാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ്. കാരണം ഒരു ഭരണമാറ്റം അനിവാര്യമായിരിക്കുന്ന സന്ദർഭമാണ്. അതുകൊണ്ട് എന്തായാലും അതിന് ഒരു മാറ്റം ഉണ്ടാവും. നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആയിരിക്കും തന്നെ UDF ഭരണത്തിൽ വരുന്നത്. ധർമ്മജന്റെ ചങ്ക് പിഷാരടി പാലക്കാട്, പിന്നെ അവൻ പോരും, അവൻ ഉറപ്പായിട്ടും നേടും. പാലക്കാട് നേടാൻ സാധ്യതയുള്ള ഒരു കക്ഷിയാണ്. അതിനുള്ള ദീർഘവീക്ഷണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ആൾക്കാരോട് പെരുമാറാൻ അറിയാം. പിന്നെ അവൻ്റേതായിട്ടുള്ള പദ്ധതികളൊക്കെ വിഭാവനം ചെയ്തിട്ടൊക്കെ വെച്ചിട്ടൊക്കെ തന്നെയാണ്. പിന്നെ പാലക്കാട് അവൻ അറിയാവുന്നൊരു സ്ഥലമാണ്, അവൻ ജനിച്ചു വീണ സ്ഥലമാണ്. അപ്പം ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ UDFന് ഈ പ്രാവശ്യമുള്ള ഒരു ആധികാരികത അത് പിഷാരടിക്ക് വളരെ നന്നായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഏറ്റവും കൂടുതൽ വിവാദങ്ങളുള്ളൊരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതൊക്കെ ദോഷം ചെയ്യുള്ളൂ. വിവാദം വന്നേക്കേണ്ടത് ഗുണം ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. ശരി, ഓക്കെ.